ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇട്ടത്. കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചടപെടാന്നാക്കണം. ഉറങ്ങണത് ലേറ്റ് ആയതുകൊണ്ട് രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ്. അമ്മൂട്ടി നല്ല ഉറക്കത്തിലാണ്. അമ്മൂട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകണം. അപ്പൊ നേരെ കിച്ചണിലേക്ക് പോയി. ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല മഴയായിരിക്കും ഈ സമയത്ത് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അമ്മൂട്ടിക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കി അവള് കഴിക്കില്ല. ഉച്ചക്കലത്തേക്ക് അമ്മൂട്ടിക്ക് കൊത്തമര ഒലുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് വെജിറ്റേറിയൻ ഇഷ്ടമൊന്നും അല്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഇത് തന്നെ കൊടുത്തേക്കാം. ഇന്ന് എന്തായാലും എനിക്ക് എൻ്റെ ടൈം പോയി. ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കൊത്തമര ഒലത്തിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ദോശയും ഉണ്ടാക്കി അവർക്ക് പോകുന്നതിന് മുമ്പ്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് നേരെ അമ്മൂട്ടീൻ്റെ അടുത്ത് പോയി. അപ്പൊ അമ്മൂട്ടി എന്തൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക്. അമ്മൂട്ടി പറഞ്ഞു അമ്മൂട്ടിക്ക് ഐലൈനർ എഴുതി കൊടുക്കണം, കണ്ണിന്റെ എവിടെയൊക്കെ എഴുതി കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ആൾ അവിടെ കിടന്ന് കരച്ചിലായിരിക്കുള്ളൂ. അങ്ങനെ അമ്മൂട്ടീനെ റെഡിയാക്കി പിന്നെ ഫുഡ് കൊടുത്ത്, കണ്ണിനും ഫുഡ് കൊടുത്ത്, അമ്മൂട്ടിക്കും ഫുഡ് കൊടുക്കുക. അമ്മൂട്ടിക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ്. ആൾക്ക് എന്നിട്ട് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പോയാലേ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതിൻ്റെ ഇടക്കാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ മയിൽ എപ്പോഴും വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിളിച്ച്. ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഇതിന്റെ സൗണ്ട് കേൾക്കാം. ആദ്യമൊക്കെ ഒന്നും മനസ്സിലാവില്ലായിരുന്നത് എന്താ സംഭവം, പിന്നെയാണ് അത് മനസ്സിലായി. പിന്നെ ഇത് ഇപ്പോൾ സ്ഥിരമാണ് ഇവിടെ. ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. ഞാൻ വിചാരിച്ച് പോകാൻ പറ്റൂലെന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങോട്ട് റെഡിയായി, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി. അങ്ങനെ ഞാൻ റെഡിയായി. അപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടോ. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഫ്രണ്ടിന്റെ കുഞ്ഞാവനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കുഞ്ഞാൾക്ക് കുറച്ച് ഡ്രസ്സും ഞങ്ങൾ എടുത്തു. അങ്ങനെ ഞാൻ ഷീക്കുവിന്റെ വീട്ടിലേക്ക് ആദ്യം പോയത്. അവളെ പിക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അവള് വീഡിയോ എടുത്തപ്പോൾ മര്യാദക്ക് എടുക്കടി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നുണ്ട്. ഇവൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു നീ നിന്റെ വണ്ടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ അത് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. ലാസ്റ്റ് എൻ്റെ വണ്ടിക്ക് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ സാലം അവിടെ വന്നോളാന്ന് പറഞ്ഞു. അവൾ കുട്ടീനെയും കൊണ്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ പിള്ളേരെ കൂട്ടിയില്ലേട്ട് അവരെ ഡേ കെയറിലാക്കി വന്നു. അങ്ങനെ അലീനയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ അവൾ നന്നായിട്ട് സർപ്രൈസ് ആയിട്ട് അവൾ ഞെട്ടിപ്പോയി ഞങ്ങളെ കണ്ടപ്പോൾ. അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയ നല്ല രസമാണ്. എല്ലാവർക്കും വാദോരാതെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കാണുന്നുണ്ട്. തിരക്കേറിയ ജീവിതത്തിൽ ഇങ്ങനെ ചില കൂടുതലുകളൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞതാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഇടക്ക് കൂടും. വാവ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും പറയുന്നതാണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെയല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളെ സ്കൂളിലാക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ 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 എല്ലാവർക്കും കുറേ ചേഞ്ചസ് ഒക്കെ വന്നെന്നൊക്കെ ഞങ്ങൾ പറയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി ഞങ്ങൾക്കൊരു മാംഗോ ജ്യൂസ് ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും കുട്ടികളെയൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൻറ്റിയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എടുക്കലേന്ന് പറഞ്ഞ ആൻറ്റി പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. നേരെ ഞാൻ വരുന്ന കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഫുഡ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ചെന്നത്. എന്നാലും ഫുഡൊക്കെ ഉണ്ടായി. അങ്ങനെ അമ്മ കുറച്ച് ചക്കയും അതും ഇതൊക്കെ തന്നയച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാണല്ലോ, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കൊടുത്തയക്കുമല്ലോ അമ്മയ്ക്കും. അപ്പം അങ്ങനെ കുറച്ച് പേരയ്ക്ക, അവിടെ തന്നെ ഉണ്ടായ പേരയ്ക്ക കേട്ടോ. പിന്നെ കുറച്ച് പഴം, ചക്ക ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ അമ്മൂട്ടീൻ്റെ അടുത്ത് പോയി. അമ്മൂട്ടീൻ്റെ അടുത്ത് റൂമിൽ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മൂട്ടി എൻ്റെ അടുത്ത് നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. അവൾക്ക് എന്തോ വാങ്ങിച്ചു കൊടുക്കാത്തതിലുള്ള ദേഷ്യം പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ടയേർഡായിരുന്നു. അങ്ങനെ കുറച്ച് ഉഴുന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ദോശയ്ക്ക് വേണ്ടിയിട്ട് അടിച്ചു വെച്ചു. അപ്പോൾ നാളത്തേക്ക് അമ്മൂട്ടിക്ക് ദോശ കൊടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ കുറച്ച് പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ മുറിച്ചു. അപ്പം ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കക്ക റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ വേഗം കക്ക റോസ്റ്റൊക്കെ ഉണ്ടാക്കി. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണെന്ന്. അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പച്ചച്ചക്ക വന്നായിരുന്നു. അപ്പോൾ അത് വറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ണൻ വന്നു കേട്ടോ. കണ്ണൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. അപ്പോൾ കണ്ണൻ കുറച്ച് ഫുഡ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂട്ടി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആള് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. എനിക്ക് മസാല ദോശ കേട്ടോ കണ്ണൻ കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ നേരത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മൂവി കണ്ട്. നല്ല മൂവി ആയിരുന്നു കേട്ടോ, കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.